സാർ ഒരു ഉദാഹരണം പറയാം. എന്റെ വീടിന്റെ അടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൾ, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. അയാൾ കട്ട കമ്മ്യൂണിസ്റ്റുകാരനാ. കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങൾ, അതിൽ ആ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അയാള് ഒരു മകളാണ്, കുട്ടി ഡാൻസ് പഠിക്കുന്നു, കാണാൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ഇദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ഹോട്ടൽ തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹം ഈ പെൺകുട്ടി ഡിഗ്രിക്ക് എങ്ങാണ്ട് പഠിക്കുമ്പോൾ, ഡിഗ്രിക്കോ പി ജിക്കോ ആണ്, എനിക്കത് അത്ര വ്യക്തമല്ല, പഠിക്കുമ്പോൾ അവിടെ കൊണ്ടിരുത്തുന്നു. അവിടെ ഒരു മതത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി വരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ പെൺകുട്ടി ആ ചെറുക്കനോടൊപ്പം പോവുകയാണ്. പിന്നീട് നമ്മൾ അവളെ കാണുമ്പോൾ അവള് ഫുള്ള് ബുർഗ ധരിച്ച് കണ്ണ് മാത്രമേ പുറത്ത് കാണാൻ പറ്റൂ, ബാക്കിയെല്ലാം അങ്ങ് മറച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രണയിച്ച് നിങ്ങൾ ആ പെൺകുട്ടിയുമായി സന്തോഷത്തോടെ ജീവിച്ചോ. ഇനി എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും നിങ്ങൾ പ്രേമിച്ചോളൂ, പ്രണയിച്ചോളൂ, നിങ്ങൾ സന്തോഷമായി ജീവിച്ചോളൂ. നിങ്ങൾ എന്തിനാണ് ഈ പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ബീഫ് വേണ്ടാത്തവരെ നിങ്ങൾ എന്തിനാണ് ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്നത്? അത് ആഹാര സ്വാതന്ത്ര്യമാണ്, ആരെന്ത് കഴിക്കണം എന്നുള്ളത്. അതിനെ നിങ്ങൾ എന്തിനാണ് നിർബന്ധിച്ച് കഴിക്കുന്നത്? 2018 മീശ നോവൽ എഴുതിയ ഹരീഷ്, മാതൃഭൂമി വാരികയിൽ മീശ നോവൽ എഴുതിയ ഹരീഷ് അമ്പലങ്ങളിൽ സ്ത്രീകൾ കുളിച്ച് പിന്നെ സാരിയും എടുത്ത് പോകുന്നത് അവിടുത്തെ പൂജാരിമാരെയും നമ്പൂതിരിമാരെയും അവിടുത്തെ പിന്നെ പൂജ ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആർക്കും നൊന്തില്ല, ആർക്കും പൊള്ളിയില്ല. ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു സമൂഹത്തെ പറയുമ്പോൾ ആർക്കും നോവില്ല, ആർക്കും പൊള്ളില്ല. അതെന്താണ് അങ്ങനെ? മറ്റു സമുദായത്തെ പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ഇത്ര ചൊറിച്ചിലും ഇത്ര പ്രശ്നവും വരുന്നത്? നല്ലവരായ മുസ്ലിങ്ങളോടല്ല പറയുന്നത്. ചില അജണ്ടകൾ വെച്ച് നടപ്പിലാക്കുന്ന ചിലർ, ഈ മുസ്ലിങ്ങളല്ല കുഴപ്പക്കാർ, CPM-കാരാണ്. അതെ, CPM അല്ല സാർ. ഇത്തരത്തിൽ കുറെ അജണ്ടകൾ ഉണ്ടാക്കി വെക്കുന്ന കുറെ എണ്ണമുണ്ട്. ഉളുപ്പില്ലാത്ത നാണം കെട്ട കുറെ എണ്ണമുണ്ട്. അവരാണ് ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കാത്ത, ഇതിന്റെ ഉൾവശങ്ങൾ ഇങ്ങനെയാണെന്ന് ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കുന്ന, സതീശനെ പോലെയുള്ള ആളുകൾ, അതെ, ചിന്തിപ്പിക്കുന്ന കുറെ എണ്ണമുണ്ട്.